ഇന്നലെ രാത്രി എഡിറ്റ് ചെയ്തിരുന്നേ. ചുമ്മാ ഒരു സന്തോഷത്തിന് ഇട്ടതാ. അത് ഭയങ്കര വൈറൽ റീലായിരുന്നു. ഒരുപാട് ആളുകളുടെ സ്നേഹം. അതെ, ഒരു ട്രിപ്പിൾ ക്രൗൺ ഒക്കെ തലയിൽ വെച്ചിരേണ്ട ഒരു ആളാണ് മാളവിക. ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കുന്നതും അതിനാണ് ഔസേപ്പച്ചൻ സാറും ജോൺസൺ മാഷും എല്ലാം വരുന്നതും. മോഹൻലാൽ അവിടെ വന്ന് താമസിച്ചിട്ട് ലാലേട്ടന്റെ റൂമിൽ ഞങ്ങൾ നോക്ക് ചെയ്തിട്ട് ഓടുമായിരുന്നു. യേശുദാസ് സാർ ഇങ്ങനെ മുമ്പിലിരിക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നു. അതും വൻ കോമഡിയാണ് കേട്ടോ. യേശുദാസ് സാറിനെ ഫേസ് ചെയ്തിട്ട് ആ ഫസ്റ്റ് സ്വാഗതം പറഞ്ഞപ്പം യേശുദാസ് സാറിനെ തൊഴുതു, ഞാൻ തിരിച്ചു തൊഴുതു. അത് ലൈവില് കാണിക്കുകയും ചെയ്തു. അതൊരു ഭയങ്കര മൊമെന്റ് ആണ്. എനിക്ക് ഞാൻ കാണുന്നത് ഈ 10-30 വയലിനും ഒക്കെ വെച്ചിട്ട് ആ കാലത്ത് എങ്ങനെയാണ് ആ സോങ് ചെയ്ത് അത് റീക്രിയേറ്റ്. ഞാനവിടെ ഇരുന്ന് കരയാ. ഞാൻ പാടുന്നത് സ്വാമിയുടെ പാട്ട് കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നു. ഇത് പറഞ്ഞു വിഷ്ണുമൂർത്തി സ്വാമി എഴുന്നിട്ട് ഞാൻ എന്റെ എന്നെയാണോ ശിവനഗരോ ശിവൻ ഞാൻ അല്ല. ഹലോ, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മ്യൂസിക് ഒരു ഫീലാണല്ലോ, അത് പെർഫെക്റ്റ് ആയിട്ട് കൺവേ ചെയ്യുന്ന ഒരു വെർസറ്റൈൽ സിംഗറാണ് നമുക്ക് ഇന്നിവിടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. പ്ലേ ബാക്ക് സിംഗർ മാളവിക അനിൽകുമാർ. വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? യു ആർ ലുക്കിംഗ് സോ ഗോർജിയസ് ടുഡേ. അതുപോലെ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. അത് ഞാനിപ്പോ ഇന്നാണ് കണ്ടത് ഇൻസ്റ്റാഗ്രാമില്. അതെ അതെ, ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഞാനവിടെ റിസോർട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു വന്നപ്പോഴേക്കും ഫുൾ സെറ്റ് ചെയ്ത് കേക്കും എല്ലാം അറേഞ്ച് ചെയ്ത് അതിന്റെ ഒരു മണിയടി. ഞാൻ തുറന്ന് നോക്കിയപ്പോ ഫുൾ സ്റ്റാഫ് പുറത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ എഡിറ്റ് ചെയ്തു. അവർക്ക് നേരത്തെ അറിഞ്ഞോ? നേരത്തെ എഴുതി കൊടുക്കുമല്ലോ. തമാശ എന്താ വെച്ച് കഴിഞ്ഞാ ഞാൻ അത് ഇന്നലെ രാത്രി എഡിറ്റ് ചെയ്തിരുന്നേ. ചുമ്മാ ഒരു സന്തോഷത്തിന് ഇട്ടതാ. അത് ഭയങ്കര വൈറൽ റീലായിരുന്നു. ഒരുപാട് ആളുകളുടെ സ്നേഹം ആദ്യമായിട്ടുണ്ട്. ഇതുവരെയുള്ള ബർത്ത്ഡേസിന് ഇൻസ്റ്റയിലും എഫ് ബിയിലൊക്കെ മെസ്സേജസ് കിട്ടാറുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. പക്ഷേ ഈ 10,000-കണക്കിന് മെസ്സേജും വിഷസും ഗിഫ്റ്റ്സും ഭയങ്കര ഒരു മാത്രല്ല പുതിയൊരു പേരും കിട്ടി. ഡീകോഡിങ് ചേച്ചി, ഡീകോഡിങ് കുട്ടി. അതെ അതെ അതെ, നമ്മുടെ ഐഡന്റിറ്റി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞ ഒരു ട്രിപ്പിൾ ക്രൗൺ ഒക്കെ തലയിൽ വെച്ചിരേണ്ട ഒരു ആളാണ് മാളവിക. കാരണം ഇപ്പല്ല റിയാലിറ്റി ഷോ ക്വീൻ അല്ല, ഏത് റിയാലിറ്റി പോയാലും ആ കപ്പും കൊണ്ടേ തിരിച്ചു വരാറുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ എന്താ പറയാ, ഡീകോഡിങ്ങിലെ ഒരു അത്യാവശ്യം എല്ലാ പാട്ടുകളും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നൊട്ടേഷൻസ് ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ക്ലാസിക്കൽ ഒരു നല്ല ബേസും ഉണ്ട്. റിയാലിറ്റി ഷോയിൽ കൂടുതലും ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സോങ്സ് ആണ് ആദ്യകാലങ്ങളിലൊക്കെ പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെയല്ല, ഒരു അന്ന് കാലത്ത് ഇപ്പോഴും ഉണ്ട്. അന്ന് കാലത്ത് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം പാട്ടും പാടണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിലനിൽപ്പില്ല. ശരിക്കും തിരിച്ചാണ് വേണ്ടത്. ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഒരു സ്ട്രോങ് ഫോട്ടെ, നമ്മുടെ സ്ട്രോങ് ജോണർ കാണിക്കുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഗുണം ഉണ്ടാവുക. പക്ഷെ ഇപ്പോഴും റിയാലിറ്റി ഷോന്റെ ഒരു ഫോമാറ്റ് അറ്റ്ലീസ്റ്റ് കേരളത്തിൽ മാറിയിട്ടില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പം ഇന്ത്യൻ ഐഡലൊക്കെ ഒരേ സ്റ്റൈൽ പാട്ടുകൾ പഠിച്ച് കുട്ടികളുടെ ആ ഒരു ടാലന്റ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ ക്ലാസിക്കൽ സിംഗർ ആണെങ്കിലും ഇവിടെ വരുമ്പോ മെലഡി പാടണം, നാടകഗാനം പാടണം, ഫാസ്റ്റ് പാടണം, വേഷം മാറി കോമ്പറ്റീഷൻ ആണല്ലോ. അപ്പം എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അറിയപ്പെട്ടത് കൂടുതൽ സെമി ക്ലാസിക്കൽ സോങ്സിലൂടെ. അതിലെനിക്കൊരു മുദ്ര കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിൽ കൂടുതൽ എനിക്ക് ഫുൾ മാർക്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫിനാലെ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു റൗണ്ട് എങ്കിലും ചാലഞ്ചിങ് റൗണ്ട് വരും. അതിൽ ഓഫ് കോഴ്സ് ഞാൻ സെമി ക്ലാസിക്കലില് കർണാട്ടിക് എടുക്കുള്ളൂ. അപ്പൊ അതിലൂടെയൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ ഒരു കർണാട്ടിക് ആർട്ടിസ്റ്റ് അറിയപ്പെട്ടത്. ചെറുപ്പം മുതലേ തൊട്ട് റിയാലിറ്റി ഷോ തുടങ്ങി. മീൻസ് ഏത് വയസ്സിലായിരുന്നു ഫസ്റ്റ് റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്തത്? വയസ്സ് ആക്ച്വലി ഓർമ്മയില്ല. ഞാൻ ജൂനിയർ ആയിരുന്നു. ജൂനിയറില് ഒന്ന്, ടീൻസ് ഒന്ന്, സീനിയർ ഒന്ന്, 3 ലെവലായിരുന്നു. ഞാൻ പഠിച്ചു തുടങ്ങിയത് വളരെ ചെറുപ്പത്തിലാണ്. ഞാനൊരു 1.5 വയസ്സിലെ പാടുമായിരുന്നു. ഒരു 3 വയസ്സാകുമ്പോഴേക്കും 1.5 വയസ്സിലെ പാടുമായിരുന്നു. എനിക്കിപ്പോഴും അറിയില്ല. വീട്ടിൽ അമ്മയച്ഛനൊക്കെ പാടുമായിരുന്നു. എന്റെ മുത്തച്ഛന്റെ ചേട്ടനാണ് മങ്ങാട്. അറിയാം. അപ്പൊ പുള്ളിക്കാരൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഗീത വിദ്യാർത്ഥികളുള്ള അധ്യാപകനായിരുന്നു. ആൾക്ക് അങ്ങനെ ഒരു വളരെ ഫേമസ് പേഴ്സണാലിറ്റി ആയിരുന്നു. പിന്നെ എന്റെ മുത്തച്ഛനും ഓൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ മുത്തച്ഛന്റെ പ്രൊഫഷൻ വേറെ ആയിരുന്നു. മുത്തച്ഛൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയില് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ആയിരുന്നു. അപ്പൊ മുത്തച്ഛൻ എന്നാലും ഓൾ ഇന്ത്യ റേഡിയോയിൽ പാടും എന്നുള്ള രീതിയിലായിരുന്നു. മുത്തച്ഛനാണ് അന്ന് ആദ്യമായിട്ട് തൃശ്ശൂര് ഒരു
ഇത് ഉണ്ടാക്കി ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കുന്നതും അതിനാണ് ഔസേപ്പച്ചൻ സാറും ജോൺസൺ മാഷും എല്ലാം വരുന്നതും എല്ലാം ഉണ്ട്. സോ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ടായിരിക്കും ഞാൻ ചെറുപ്പത്തിൽ പാടി തുടങ്ങിയപ്പോഴേ മുത്തച്ഛനെ കിട്ടി, വാസന ഉണ്ട് മനസ്സിലായി. അതൊരു 3 വയസ്സാകുമ്പോഴേക്കും നടേശ മുത്തച്ഛന്റെ ശിഷ്യകളാണ് എനിക്ക് തുടങ്ങിയത്. പിന്നെ നടേശ മുത്തച്ഛനും പഠിപ്പിച്ചിട്ടുണ്ട്, എന്റെ മുത്തച്ഛനും എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ശിഷ്യകള് എസ്പെഷ്യലി ശ്രീജ ടീച്ചറാണ് എന്നെ ട്രെയിൻ ചെയ്തത്. അപ്പൊ ചെയ്ത് വന്നപ്പോ ജൂനിയർ, എനിക്കിങ്ങനെ റിയാലിറ്റി ഷോ എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ കച്ചേരി ആർട്ടിസ്റ്റ് ആയിരുന്നു, ചെറുപ്പത്തിലേ കച്ചേരികൾ ചെയ്യുമായിരുന്നു. കച്ചേരിയിലാണ് തുടങ്ങിയത്. കച്ചേരി എനിക്ക് 7 വയസ്സിൽ എന്റെ ആദ്യത്തെ കച്ചേരി ചെയ്യുന്നു, 1 മണിക്കൂർ കച്ചേരി ചെയ്യുന്നത്. അപ്പൊ കച്ചേരി തന്നെയായിരുന്നു എന്റെ റൂട്ട്. അപ്പൊ എനിക്കിങ്ങനെ റിയാലിറ്റി ഷോ എന്താ റിയാലിറ്റി ഷോ എന്ന് പോലും അറിയില്ല. കാണും, അന്ന് എന്തോ അമൃതയിൽ സൂപ്പർ സ്റ്റാർ ഒക്കെ വരുമ്പോ അതിരുന്ന് കാണും. അപ്പോഴും ഞാൻ ഏജ് അത്രയല്ലോ. അപ്പൊ ഞാൻ നമുക്ക് ആര് വോട്ട് ചെയ്യാൻ. പക്ഷെ അന്നത്തെ ആ ഒരു ആവേശം ഇപ്പൊ ഇല്ല കേട്ടോ. എനിക്ക് അന്ന് ആര് വന്നാലും ഞാൻ കുത്തിയിരുന്നു, അന്ന് സപ്പോർട്ട് ചെയ്യായിരുന്നു. അപ്പൊ എന്റെ അമ്മയും അച്ഛനും കേരള ഗ്രാമീൺ ബാങ്കിലെ സീനിയർ മാനേജേഴ്സ് ആണ്. ഇപ്പൊ അമ്മ AGM ആണ്, അച്ഛൻ റിട്ടയർഡ് ആയി. അപ്പൊ അമ്മയുടെ ബാങ്കിൽ ഉണ്ടായിരുന്ന ഒരു കൊളീഗാണ് നിർബന്ധിച്ച് എന്റെ CD അയക്കുന്നത് കൈരളിയില്. മോൾ ഇത്രയും പാടുന്നതല്ലേ, ഒന്ന് പോന്നൊക്കെ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഓഡിഷന് പോയാൽ എന്ത് പാടണ്ടെന്നൊന്നും അറിയില്ല. അവര് ഇത്രയും ചോദിക്കും, മെലഡി ചോദിക്കും, ഒന്നും അറിയില്ല, കയ്യിലുള്ള അങ്ങ് പാടുക. പക്ഷെ വൺസ് റിയാലിറ്റി ഷോയിൽ കയറുമ്പോൾ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മാറും. അത് എന്റെ എക്സ്പീരിയൻസ് ആണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് കുട്ടികൾ, അവർ മ്യൂസിക് എത്ര സീരിയസ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഞാൻ കാണുന്ന ഒരു വ്യൂ പോയിന്റിലല്ല അവർ മ്യൂസിക് കാണുന്നത്. സോ അവരുടെ കൂടെയുള്ള സംസാരവും ഇതിലും പിന്നെ കിട്ടുന്ന ചെറിയ ചെറിയ ഗ്രൂമിങ്, ഇപ്പോഴാണ് ഗ്രൂമിങ് കുറച്ചും കൂടെ സീരിയസ് ആയത്, അന്നത്ര ഇല്ല. അങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ മൊമെന്റ്സിനൊക്കെ നമ്മളുടെ ഉള്ളിലെ മ്യൂസിഷ്യൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറവുകൾ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. അന്ന് കർണാട്ടിക് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്റെ ബേസ് വോയിസ് ആണ്, ഇപ്പോഴും എന്റെ ബേസ് തന്നെയാണ്. ഞാൻ എന്റെ റേഞ്ച് എക്സ്റ്റൻഷനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു റേഞ്ചിൽ പാടുക, ഈ പറഞ്ഞ പോലെ കർണാട്ടിക് ചൊവ്വയുള്ള രീതിയിൽ. അന്ന് എനിക്ക് ആദ്യം ഫുൾ മാർക്ക് കിട്ടുന്ന ഓതിൽ രൂപയാണ്, പക്ഷെ നല്ല കട്ടിയുള്ള ശബ്ദത്തിലാണ് ഓതിൽ രൂപ പാടുന്നത്. സോ ആഫ്റ്റർ ജൂനിയർ ഞാൻ ജയിച്ചു, ഓക്കെ. ബട്ട് അതിൽ നിന്ന് എനിക്ക് ആലോചിച്ചു എന്റെ റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യണം. കുറച്ചും കൂടെ റേഞ്ച് മാറ്റിയിട്ടാണ് ഞാൻ ടീൻസിലേക്ക് വരുന്നത്. വീണ്ടും റേഞ്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർ സിംഗറിൽ വരുന്നത്. വീണ്ടും ഇപ്പോഴും ഞാൻ റേഞ്ച് ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനോടൊപ്പം എനിക്ക് തോന്നി, ഓക്കെ, ഇങ്ങനെ പോയതുകൊണ്ട് കാര്യമില്ല, എനിക്ക് കുറച്ചും കൂടി ഇതിനെപ്പറ്റി അറിയണം. അങ്ങനെ ഞാൻ ഈ മ്യൂസിക്കിന് കൂടാതെ വോയിസ് തെറാപ്പി, വോക്കൽ ട്രെയിനിങ്, ഇതിന്റെയൊക്കെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതിനെ പറ്റിയുള്ള ഒരു അവബോധം മാറി. അപ്പൊ എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോയിൽ വന്നുകൊണ്ട് തന്നെയാണ് സീരിയസ്നെസ് ഉണ്ടായത്. നമ്മുടെ ഓവറോൾ പേഴ്സണാലിറ്റിനെ തന്നെ മാറ്റുന്ന ഒരു. തീർച്ചയായിട്ടും. അത് പക്ഷെ സ്റ്റാർ സിംഗർ അല്ലെങ്കിൽ ടീംസ് തന്നെ പറയണം കേട്ടോ. ജൂനിയറിൽ ഈ സീരിയസ്നെസ് ഉണ്ടെങ്കിലും കുട്ടികളാണ്. കുട്ടികളായതുകൊണ്ട് തന്നെ അവിടെ വികൃതിമായിരുന്നു. ഇതിന് ശേഷം അവിടെ ഒരു ഫിയറിന്റെ ആവശ്യമില്ലല്ലോ. അയ്യോ, ഫിയറോ? ഞങ്ങള് അന്നത്തെ വലിയ ഹോട്ടൽസിലൊക്കെയാണ് ഞങ്ങൾക്ക് സ്റ്റേ തന്നിരുന്നത് കൈരളി. ആ ഹോട്ടലിന്റെ താഴത്തെ ലോബിയിൽ ഞങ്ങളെല്ലാം ചമ്പ്രം പടിഞ്ഞിരുന്ന് വരുന്നവരും പോകുന്നവരൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. ഈ പിച്ചക്കാരൊക്കെ എവിടെയുള്ള അവസ്ഥയിലായിരുന്നു. മോഹൻലാൽ അവിടെ വന്ന് താമസിച്ചിട്ട് ലാലേട്ടന്റെ റൂമിൽ ഞങ്ങൾ നോക്ക് ചെയ്തിട്ട് ഓടുമായിരുന്നു. ഓരോരുത്തർ 5 മിനിറ്റ് കൂടുതൽ. അത്രയും വികൃതിയായിരുന്നു. പക്ഷെ ആഫ്റ്റർ ആ റിയാലിറ്റി ഷോ ആണ് നമ്മൾ ആലോചിച്ചത് ഇനി എന്ത് ചെയ്യാം മ്യൂസിക്കിൽ നിന്ന്. കാരണം ആ ഒരു പ്രായമായിരുന്നു. പക്ഷെ എനിവേ ഞാൻ ഇപ്പോഴും പറയുന്ന റിയാലിറ്റി ഷോയിൽ പോകുന്നതുകൊണ്ടുള്ള ഒരേ ഒരു ഗുണം ഇതാണ്, നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി ഡെയിലി നമ്മൾ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യും. ആ പാട്ട് വീണ്ടും വീണ്ടും കേൾക്കും. ആ പാട്ടിന്റെ ഏതൊക്കെ ആംഗിളില് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ സ്പെക്ട്രം വളരെ വൈഡ്, ഓപ്പൺ ത്രോട്ട് ഓപ്പൺ ആയിട്ട് പാടാൻ ശ്രമിക്കും. ഷിഫ്റ്റിംഗ് ഇപ്പം പ്രത്യേകിച്ച് ഓപ്പൺ ത്രോട്ടിൽ നിന്ന് ഹെഡ് വോയിസിലേക്കുള്ള ഷിഫ്റ്റിംഗ് പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ആണ്. അത് എക്സ്പ്ലോർ ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ റിയാലിറ്റി ഷോ തന്നെയാണ് കിട്ടുന്നത്. റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതായിരിക്കും? ക്ലാസിക്കൽ തന്നെയാണ്. ക്ലാസിക്കൽ തന്നെയാണ്. ഓരോ റിയാലിറ്റി ഷോയിലും എനിക്ക് കുറെ നല്ല മെമ്മറീസ് ഉണ്ട്. ഇപ്പൊ ജൂനിയർ ആണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് യേശുദാസ് സാറിനെ കാണുന്നത് ഫിനാലയില്. യേശുദാസ് സാർ ഇങ്ങനെ മുമ്പിലിരിക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നു. അതും വൻ കോമഡിയാണ് കേട്ടോ. ദുബായിലാണ് ഫിനാലെ നടക്കുന്നത്. ദുബായില് അൽനാസർ ലഷ്ലാൻഡ് അന്നത്തെ ഐസ് സ്കേറ്റിംഗ് ഫ്ലോറിന്റെ മുകളിലാണ് ഇട്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ അന്ന് ഭയങ്കര ഭക്ത, ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് നേരെ കയറി കാലിന്റെ അടിയിൽ നിന്ന് തണുപ്പ് കയറിയിട്ടേ ഐസിന്റെ മുകളിൽ നിൽക്കണം. ഇങ്ങനെ ദേവസഭാതരം പാട്ടും സംഗതികളൊക്കെ വന്നു. പക്ഷെ ലാസ്റ്റ് സംഗതി സംഗീതം കൊണ്ട് അടിച്ചു. പക്ഷെ അവിടം വരെ പിടിച്ചു നിന്നു. പക്ഷെ യേശുദാസ് സാറിനെ ഫേസ് ചെയ്തിട്ട് ആ ഫസ്റ്റ് സ്വാഗതം പറഞ്ഞപ്പം യേശുദാസ് സാറിനെ തൊഴുതു, ഞാൻ തിരിച്ചു തൊഴുതു. അത് ലൈവിൽ കാണിക്കുകയും ചെയ്തു.
അതൊരു ഭയങ്കര മൊമെന്റ് ആണ് എനിക്ക്. അതിനുശേഷം യേശുദാസ് സാർ എന്നെ എവിടെ കണ്ടാലും തിരിച്ചറിയാം, നീ ഇത് എവിടെയൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഇതായിരുന്നു. അതുപോലത്തെ മൊമെന്റ് എനിക്ക് ഉണ്ടായത് ഈ സ്റ്റാർ സിംഗറിലാണ്. സ്റ്റാർ സിംഗറിൽ ഫൈനലിന് ശങ്കർ മഹാദേവൻ വന്നു. ശങ്കർ മഹാദേവൻ എന്റെ ഫസ്റ്റ് സോങ്ങിന് സ്റ്റാൻഡിങ് ഓവേഷൻ വന്നു. ഞാനാണെങ്കിൽ അന്ന് എന്റെ തൊണ്ടയിൽ ഒരു എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് തൊണ്ടയിൽ നിന്ന് ചോര വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്റെ തലയിൽ മെറ്റൽ സ്റ്റേപ്പിൾസ് ഇട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. പാടാൻ പറ്റുമെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഫസ്റ്റ് സോങ്ങിന് ശങ്കർ മഹാദേവൻ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് കൈയടിക്കുമ്പോൾ അത് തന്നെയാണ് കിട്ടുന്ന ഏറ്റവും വലിയൊരു മൊമെന്റ്. ഒരുപാട് നല്ല മൊമെന്റ്സ് ഈ റിയാലിറ്റി ഷോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു അല്ലെ അവരുടെ ഒരു മെമ്മറീസിന്റെ ഭാഗമാവാൻ തന്നെ ഒരുപാട് ഒരു ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ ഏജില് ഒരുപാട് പേരെ കാണുക, അവരുടെ ഒപ്പം ഇപ്പൊ സംസാരിക്കുന്നതല്ല, മീറ്റ് ആൻഡ് ഗ്രീറ്റ് പോലെയല്ല, അവരുടെ കൂടെ വർക്ക് ചെയ്യുക, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സമയം നമുക്ക് നമ്മുടെ മ്യൂസിക്കാലിറ്റീനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാധനം. നമ്മൾ എന്ത് ചെയ്തു, എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല എന്നല്ല. ഇപ്പൊ എന്റെ ലൈഫിൽ എന്റെ ഇപ്പോഴത്തെ ഏറ്റവും നല്ല ഫ്രണ്ട്സിൽ ഒരാൾ ശരത് സാറാണ്. ശരത് സാറ് ഞാൻ മറന്നാലും മാസത്തിൽ ഒരിക്കലെങ്കിലും ശരത് സാർ എന്നെ വിളിക്കാറുണ്ട്. ശരത് സാറിന് സംസാരിക്കുന്ന 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പുതിയത് പഠിക്കും. അത് സാറിന്റെ പാട്ടിനെ പറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഗത്തിനെ പറ്റി ആയിക്കോട്ടെ. അതുപോലെ ജോൺസൺ മാഷ് എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഈവൻ ഞാൻ രാജാ സാറിന്റെ കൂടെ 2 സോങ് വർക്ക് ചെയ്തു. രാജാ സാറിന്റെ കൂടെ വർക്ക് ചെയ്തത് മാത്രമല്ല, സാറ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴേ അന്ന് കറക്റ്റ് രാജാ സാറിന്റെ ഒരു വേൾഡ് ടൂർ നടക്കുന്ന സമയമാണ്. അതിന്റെ റിഹേഴ്സൽ നടക്കുക. ഞാൻ കാണുന്നത് ഈ 10-30 വയലിനും ഒക്കെ വെച്ചിട്ട് ആ കാലത്ത് എങ്ങനെയാണ് ആ സോങ് ചെയ്ത് അത് റീക്രിയേറ്റ്. ഞാനവിടെ ഇരുന്ന് കരയാ. കാരണം ഇതൊന്നും ആർക്കും കാണാനുള്ള ചാൻസ് ഇല്ല ആർക്കും. ആള് എഴുതി കൊടുത്ത് ആളിങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ടു. അതൊക്കെ ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇതുപോലെ ഓരോ ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ വർക്കിംഗ് മെത്തേഡ് വേറെയാണ്, അവരുടെ ചിന്തിക്കുന്ന രീതി വേറെയാണ്. അതൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും എന്റെ ഉള്ളിലെ മ്യൂസിഷ്യൻ ഡെവലപ്പ് ആവുന്നത് അതിലൂടെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാമിയുടെ കൂടെയൊക്കെ അല്ലേ? സ്വാമിയുടെ കൂടെ ആക്ച്വലി ഏറ്റവും കോമഡി എന്നെ ദക്ഷിണാമൂർത്തി സ്വാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത് ദാസേട്ടനാണ്. അന്ന് ദാസങ്കിളിനെ വിളിച്ചിരുന്നത്. അപ്പൊ യേശുദാസ് സാർ അന്ന് എന്റെ ഫസ്റ്റ് ഫിനാലെ കഴിഞ്ഞിട്ട് അന്നൊരു ഗന്ധർവ സന്ധ്യ എന്നൊരു ഷോ ഉണ്ട്. അതില് വിന്നേഴ്സ് പാടും. അപ്പൊ ഞാൻ പാടാനായിട്ട് ഇങ്ങനെ സൈഡിൽ പോയി നിന്നപ്പോ യേശുദാസ് സാർ ഇങ്ങനെ വിളിച്ചു. അപ്പൊ ഞാൻ ചെന്നപ്പോ അപ്പുറത്ത് ദക്ഷിണാമൂർത്തി സ്വാമി ഇരിക്കാം. യേശുദാസ് സാർ വെച്ച് ഞാൻ തമിഴാണെന്ന്. കാരണം ഞാൻ ഈ പട്ടുപാവടയൊക്കെ ഇട്ട് ഞാൻ തമിഴെത്തി മുടിയൊക്കെ നീട്ടി വളർത്തി പൂവൊക്കെ വെച്ച് വന്ന് അവന്നിട്ട് സൊല്ല് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കളിച്ചു. ഞാനിങ്ങനെ നിൽക്കുക, എന്തിപ്പോ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ കുറച്ച് തമിഴ് എനിക്കറിയാം. കുഞ്ഞമ്മ കോയമ്പത്തൂരായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ തമിഴ് അറിയാം. അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ദക്ഷിണാമൂർത്തി സ്വാമി ഇങ്ങനെ നിന്നിട്ടേ, ദക്ഷിണാമൂർത്തി സ്വാമി എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു സീരിയസ് പേഴ്സണാലിറ്റി. പ്രത്യേകിച്ച് എന്നെ അറിയൂല, ആദ്യമായിട്ട് കാണാം. ദക്ഷിണാമൂർത്തി സ്വാമി വെച്ചിട്ട് ഏത് പാട്ടാ പാടുക എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ വന്ന് ഞാൻ സ്വാമിയുടെ പാട്ട് പാടിയത് കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ. ഫസ്റ്റ് ഞാൻ പാടുന്നത് സ്വാമിയുടെ പാട്ട് കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നു. ഇത് പറഞ്ഞു ദക്ഷിണാമൂർത്തി സ്വാമി എഴുന്നേറ്റ്. ഞാൻ എന്തേ എന്നെയാണോ ശൂനകനോ ശുംഭൻ? ഞാൻ അല്ല സ്വാമി. അപ്പൊ ഇത്രയും എന്താ പറയാ ഒരു ജോവിയൽ പേഴ്സൺ ആണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെ ഒത്തിരി മൊമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അർജുന മാഷിന്റെ കൂടെയും അർജുന മാഷിന്റെ കൂടെ വർക്ക് ചെയ്തല്ല. ആക്ച്വലി അർജുന മാഷിന്റെ മുമ്പില് അർജുന മാഷിന്റേതായിട്ടുള്ള പാട്ടുകൾ ഒരുപാട് എനിക്ക് പാടാൻ പറ്റി. അത് കൂടാതെ അർജുൻ മാഷിന്റെ പാട്ട് പാടുന്നതിന് മുന്നേ ഞാൻ അന്ന് ഏത് പാട്ടായിരുന്നു, മായ നടന വിഹാരിണി എന്നൊരു സോങ് ഞാൻ വെറുതെ പാടുക. അർജുൻ മാഷ് ഇങ്ങനെ വരിക. ആ സമയത്ത് അർജുന മാഷും ശ്രീമാരൻ നമ്പി സാറും അവരിങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ സ്റ്റേജിൽ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അവരന്ന് അവിടുത്തെ ചീഫ് ഗസ്റ്റാണ്. കണ്ടുടനെ അർജുന മാഷ് പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഇവിടെ പോയി കുട്ടിയുടെ പാട്ട് കേൾക്കാം. ഞാനിത് അറിയുന്നില്ല. സ്പോൺസേഴ്സ് കൊണ്ടുവന്ന് ഇവരെ ഫ്രണ്ടിലിരുത്തി. ഞാനാണെങ്കിൽ നോക്കിയിട്ട്, ഞാൻ ചെറിയ കുട്ടിയാണ്, എനിക്കൊരു 10 വയസ്സ് കാണും. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, മുത്തച്ഛൻ്റെ ഫ്രണ്ട് ആയിരിക്കും, എനിക്ക് ധാരാളില്ല. പാടിക്കഴിഞ്ഞിട്ട് ആള് പറഞ്ഞു, ഇത്രയും സ്വരം നീ എങ്ങനെ ഓർത്തു? കാരണം മായനാട്ടിലെ വിഹാരിയുടെ എൻഡില് ഒത്തിരി സ്വരമുണ്ട്. മാത്രല്ല അത് കുറച്ച് ഇടഞ്ഞ ഒരു താളമാണ്. അപ്പൊ അന്നേ എനിക്കൊരു ഇതുണ്ട്. അന്ന് കാലത്ത് ഈ സിംഗിൾ ടേക്കിൽ എടുത്ത പാട്ടുകൾക്ക് ചെറിയ ചെറിയ എറേഴ്സ് ഉണ്ടാവും. അപ്പൊ ദാസേട്ടന്റെ പാട്ടാണെങ്കിലും എല്ലാം ചെറിയ ചെറിയ അത് മൈന്യൂട്ട് എറേഴ്സ്, അത് മാറ്റിയാ ഞാൻ പാടുന്നു. അതെനിക്ക് പാടുമ്പം എനിക്ക് പാട്ടിലൊരു OCD ഉണ്ട്. അത് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ടെൻഷനാവും. എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ എനിക്ക് പിന്നെ ഒരു പേടിയില്ലല്ലോ, എനിക്ക് ചെറിയ കുട്ടിയാണല്ലോ.
നീ മിടുക്കിയ, നീ എൻ്റെ കുറച്ച് പാട്ടുകൾ പാടണം, എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ അർജുന മാസ്റ്ററിന്റെ പാട്ടുകൾ അർജുന മാസ്റ്റർ ലാസ്റ്റ് എന്നെ ഒന്ന് ട്രെയിൻ ചെയ്ത് പാടി. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ കുറെ കവർ സോങ്സും ആൽബം സോങ്സ് ഒക്കെയാണ് അല്ലെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പാടിയത്? ആക്ച്വലി അതിന്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ പാരൻസിനാട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ ഒരു 10th ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു മ്യൂസിക്കലി ഗാനമേളയിലൊക്കെ ഇറങ്ങാനായിട്ട്. കാരണം അപ്പോഴേക്കും ഓംകാരശങ്കിൽ വന്നു, അതാണ് ഭയങ്കര ഹിറ്റാണല്ലോ. അപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഇപ്പോൾ പാട്ടിൽ നിനക്ക് ഓൾറെഡി പാട്ടുണ്ട്, അത് പഠിച്ചോ, പക്ഷെ നീ മ്യൂസിക് കൂടാതെ നിൻ്റെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നിനക്ക് എപ്പോഴും അതൊരു ബാക്ക് ബോൺ ആണ്, നിനക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നിൻ്റെ ഡിഗ്രി എങ്കിലും നീ കംപ്ലീറ്റ് ചെയ്യണമെന്ന്. മാത്രമല്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, പഠിത്തത്തിൽ ഞാൻ ഭയങ്കര പിടിക്കായിരുന്നു. കാരണം എൻ്റെ വീട്ടിലെല്ലാവരും ഭയങ്കര പഠിപ്പികളാണ്. ഞാനും നല്ല മാർക്ക് വാങ്ങും, പക്ഷെ എനിക്കന്ന് PCM എല്ലാം നാഷണൽ റാങ്ക് കിട്ടുന്നു, ഭയങ്കര സംഭവമാണ്. പക്ഷെ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം മോഡൽ എക്സാം തോക്കും. അപ്പൊ എല്ലാരും പറയും ഈ കുട്ടിയെ പരീക്ഷയ്ക്ക് ഇരുത്താൻ പറ്റില്ല. മനഃപൂർവ്വം നോക്കണതാണ്. എനിക്ക് നല്ലോണം പഠിക്കാൻ പറ്റും, പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഒറ്റ തവണ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ റിവിഷന് പോലും ഞാൻ സാധനം തുറക്കില്ല, ഒറ്റ തവണ പഠിക്കാൻ പറ്റുള്ളൂ. പഠിച്ചാൽ തലേ കയറും. ഫസ്റ്റ് ടൈമിന് പഠിച്ചാൽ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും മറന്നു പോകും. ഈ കുറച്ചു നേരം പുറത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മോഡല് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു മാസം സമയമുണ്ടല്ലോ, വെറുതെ കഷ്ടപ്പെടണ്ടല്ലോ എന്നോർത്തു. അത് വരെ ഞാൻ അടിച്ചു പൊളിച്ചു കിടക്കും. 4, 5, 8 മാർക്കൊക്കെ കിട്ടിയ ഭയങ്കര ഒരു സെലിബ്രേഷനാണ് അവിടെ. എന്നിട്ട് ഫൈനൽ എക്സാമിന് പഠിച്ച് നല്ല മാർക്ക് വാങ്ങും. നല്ല മാർക്ക് വാങ്ങുക പറഞ്ഞാൽ ചുമ്മാ നല്ല മാർക്കല്ല. ഇപ്പൊ എനിക്ക് +2 ഓൾ ഇന്ത്യ ഫസ്റ്റ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷിന്, അമ്മാതിരി മാർക്ക് വാങ്ങും. പക്ഷെ ആ പരീക്ഷേന്റെ തൊട്ട് മുന്നത്തെ പരീക്ഷയിൽ തോക്കും. എന്നാലും ഒരു ത്രില്ലുള്ളൂ. എനിക്ക് പണി കിട്ടിയത് എഞ്ചിനീയറിംഗിനാ. എഞ്ചിനീയറിംഗിന് ഇതേപോലെ തന്നെയായിരുന്നു. കുഴപ്പി അവസാനം ഒരു അരിയസിലും നല്ല മാർക്കിൽ പാസ്സാവും. പക്ഷെ അവിടെ ഇന്റേണൽസ് ഒരു സാധനം 30ൽ 3, 4, 5 എന്റെ മുകളിലില്ല. ബാക്കി ഞാൻ തിയറി എഴുതി പാസ്സാവും. അതൊരു ത്രില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു പഠിത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഈവൻ ടീൻസ് വരുമ്പോഴേക്കും ഞാൻ കോളേജിൽ എത്തുമ്പോഴേക്കും ടീൻസ് കയറി. ടീൻസും ജയിക്കുന്നു, 2 റിയാലിറ്റി ഷോ ജയിക്കുന്നു. അന്ന് അത് റെക്കോർഡാ. അപ്പൊ ഇനി ഇതുപോലെ കുറെ ഓപ്പർച്യൂണിറ്റീസ് അച്ഛൻ പറഞ്ഞു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത്, നീ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ MTechന് വേണ്ടിയിട്ട് ഗേറ്റ് പ്രിപ്പയർ ചെയ്യാം. അന്ന് കുറച്ച് ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വന്നൊരു സമയമാണ്. മുത്തച്ഛൻ മരിക്കുന്നു, ഞാൻ പാട്ട് നിർത്തുന്നു. അച്ഛൻ പറഞ്ഞു നീ പാട്ടിലേക്ക് തിരിച്ചു വരണം, ഗേറ്റ് അല്ലേ, കൂടെ ഇതും കൂടെ എടുക്കും. ഗേറ്റ് എഴുതി കിട്ടുകയും ചെയ്തു. ഇവിടെ സ്റ്റാർ സിംഗർ കിട്ടുകയും ചെയ്തു. സ്റ്റാർ സിംഗർ സെമി ഫൈനലിലേക്ക് എത്തിയപ്പോഴേക്കും എനിക്ക് ഗേറ്റിന്റെ അലോട്ട്മെന്റ് ആയി. ഞാൻ അമൃതയിൽ പോയി, അമൃത എട്ടിമട പോയി. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും ഉണ്ട്, ജോയിൻ ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പോൾ ക്ലാസ് തുടങ്ങും. ഞാൻ പറഞ്ഞു 1 മാസം കഴിഞ്ഞ് വരാം, കാരണം എൻ്റെ ഇവിടെ ഫിനാലെ ഉണ്ട്, കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഫിനാലെ കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ജയിച്ചു. 3 റിയാലിറ്റി ഷോ റെക്കോർഡാണ്, നാഷണൽ റെക്കോർഡാണ്. ഞാൻ പറഞ്ഞു മതി, ഇനി MTech വേണ്ട. ഞാൻ അതെന്റെ വീട്ടില് ഭയങ്കര ഷോക്കായിരുന്നു. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാൻ തെരഞ്ഞെടുത്ത പ്രൊഫഷൻ ഒരു പക്ഷേ പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലോ അവർക്ക് ഇത്രയും ടെൻഷൻ വരില്ലായിരുന്നു. ഈവൻ ഗാനമേളയ്ക്ക് പോകുന്നു പറഞ്ഞപ്പോൾ ഇത്രയും ടെൻഷൻ വരില്ലായിരുന്നു. മനസ്സിലെന്താണെന്നറിയോ, ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പഠിക്കാൻ, പുറത്തുള്ള കുട്ടികൾക്ക് അത്ര ഇല്ല. അവരിൽ ഉള്ള മ്യൂസിഷ്യൻസിനെ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന ഒരു തോട്ടാണ് എൻ്റെ ഉള്ളത്. അപ്പം അവര് ഓരോ സ്റ്റേജിൽ കയറുമ്പോഴും കുട്ടികൾ വന്ന് ചോദിച്ചോളൂ ഇത് ആരാ പഠിപ്പിക്കുന്നത്, നിങ്ങളെ ആരാ പഠിപ്പിക്കുന്നത്. ആ മൗത്ത് ടു മൗത്താണ് എൻ്റെ എല്ലാ ആഡും നടന്നത്. ഒരു പൈസയ്ക്ക് വേണ്ടിയല്ല, ഞാൻ എൻ്റെ പാഷനാണ്. ആ ഒരു കുട്ടി ഇപ്പോഴും എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് നന്നായിട്ട് പാടി ഞാൻ അവിടെ ഇരുന്ന് കരയും, അവരുടെ മുമ്പിൽ ഇരുന്ന് കരയും. കാരണം എനിക്ക് ആ ഒരു പാഷനാണ് ആ കുട്ടിയിലുള്ള സിംഗറിനെ പുറത്തേക്ക് കൊണ്ടുവരിക. എല്ലാ ഏജും. ഏറ്റവും ചെറിയ കുട്ടിക്ക് ഇപ്പം 4 വയസ്സായി, ഏറ്റവും മുതിർന്ന കുട്ടിക്ക് ഇപ്പോ 66 വയസ്സായി. 66 ആൾ ഇപ്പൊ റിട്ടയർ ചെയ്തു. പഠിക്കാം ഇങ്ങനെ ഇരിക്കും അവന്റെ സൗകര്യത്തിന് പാട്ട് പഠിക്കുമ്പോൾ വെയിറ്റ് ഈ പാട്ട് എനിക്ക് ഇഷ്ടമായില്ല, നമുക്ക് വേറെ പാട്ട് മാറ്റി പിടിച്ചാലോ. ഓക്കെ, അവരെല്ലാം റഷ്യൻ എന്നൊക്കെയാണ്. റഷ്യൻസ് ഉണ്ട്. റഷ്യൻസിൽ ഏറ്റവും കോമഡി എന്താണെന്നറിയോ, ഒരു റഷ്യന് ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ പിന്നെ അതെങ്ങനെ, ഭയങ്കര ചാലഞ്ചിങ് ആണല്ലോ അതൊക്കെ. ഇതൊരു ട്രാൻസ്ലേറ്റർ ആണ്. ഇവര് റഷ്യന് പറയും, റഷ്യൻ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് ആയിട്ട് ഇങ്ങോട്ട് വരും. ഞാൻ